തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇടാം. നല്ല കനം കുറച്ച് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 സ്പൂൺ ഫുള്ള് എടുത്തങ്ങ് വെക്കണം. നിറച്ച് ഫില്ലിങ് ഇല്ലാത്ത സൈഡ് എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയും മതി. എന്നിട്ട് അതിങ്ങനെ എടുത്ത് വെക്കുക. ഹലോ, വെൽക്കം ടു മിനിഷി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ചക്കയട ഉണ്ടാക്കുവാണ്. ചക്ക സീസണൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പം ചക്കയൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ഒരു അട ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് ചക്ക വഴട്ടാതെ ഇങ്ങനെ പഴുത്തയൊക്കെ അങ്ങനെ പീസാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്ന അടയാണ്. നമ്മൾ വഴട്ടുകയോ ഇളക്കുകയോ ഒന്നും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരട. അതിനുവേണ്ടി ഞാൻ എടുത്തിരുന്നത് ഇതുപോലെ 1 കപ്പ് റവയാണ്. ഈ കപ്പിന് 1 കപ്പ് റവ. അതുപോലെ തന്നെ 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. നമ്മൾ കൊഴുക്കട്ടയ്ക്കും പത്തിരിക്കൊക്കെ എടുക്കുന്ന, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി. ഇത് 2 കപ്പ് അരിപ്പൊടി, റവ 1 കപ്പ്, അരിപ്പൊടി 2 കപ്പ്. ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കൈകൊണ്ട് അങ്ങിടുവാണ്. ഉപ്പിടുവാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഈ സമയത്തിനകത്ത് എനിക്ക് ഒരു ശകലം ജീരകം ഇടാം. നമുക്ക് ഇച്ചിരി ജീരകം ഇട്ടേക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം ഇടുവാണ്. ചുമ്മാ ജീരകം ഇടുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മി അങ്ങിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു എസൻസൊക്കെ ഒന്ന് വെളിയിലോട്ട് വരും കൈ കൊണ്ട് തിരുമ്മുമ്പോൾ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് ഇപ്പം ഇതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. അപ്പം ജീരകമൊക്കെ ഇതിനകത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നല്ലൊരു മണം വരുമേ. വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മയപ്പെടുത്തിയെടുക്കണേ. റവ ഒരു 5 മിനിറ്റ് മുമ്പേ ഒന്ന് കുതിർത്ത് വെക്കുവാണെങ്കിൽ ഇനി നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിനകത്താകുമ്പോൾ റവ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ഇളക്കി വെക്കും തോറും അത് ചെറിയ ചെറിയ കട്ടിയായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന പ്ലാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടത് മറന്നുപോയി. അപ്പോൾ ഇത്രയുണ്ട്. ഈ പരുവ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചേക്കാമേ. ഇത് റവ ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി കൂടെ കട്ടിയാവും. ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുവാണേ. നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈ കൊണ്ടങ്ങ് നല്ല കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. ഈ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നത്, ഒത്തിരി ലൂസല്ല. ഇങ്ങനെ നല്ലതായിട്ട് ഇലയിൽ നല്ലതായിട്ട് നമുക്ക് പരത്താൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, അതൊന്ന് റെഡിയായി വരാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടയ്ക്കകത്ത് ഫില്ലിങ്ങിനായിട്ട് ഞാൻ 2 കപ്പ് ചക്ക അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചുവന്ന ചക്ക കണ്ടോ, നല്ല പഴുത്ത് നല്ല തേന് ഊർന്ന പോലത്തെ ചക്ക. ഇത് കണ്ടാലേ അറിയത്തില്ലേ. 2 കപ്പ് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെല്ലം, ശർക്കര, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ശർക്കര കുറച്ചത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കും.
അതിനകത്ത് നമ്മൾ നെയ്യും ജീരകവും ചേർത്തിട്ടുണ്ട് ടേസ്റ്റിന്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏലക്കായും ചേർത്തിട്ടുണ്ട്. ജീരകവും നെയ്യും ഏലക്ക എല്ലാം കൂടി ചേരുമ്പോൾ ശർക്കരയ്ക്കും എല്ലാം കൂടി ചെല്ലുമ്പോൾ ഒരു മാസ്മരിക മണമാണ്, നല്ലൊരു മണമാണ്. ഇത് ആവിയിൽ അങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഈ ചക്കയുടെ മണം ഈ ഏരിയ ഫുള്ളങ്ങ് മണം. ഇതെല്ലാം കൂടെ ഒരുപാട് നമ്മൾ തേങ്ങയൊക്കെ ഒരുപാട് എടുത്താൽ ചക്ക ഇല്ലാതെ പോകും. ചക്ക കുറയ്ക്കണം, അപ്പോൾ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനൊക്കെ തരില്ല. അത് കാരണമാണ് നമ്മൾ തേങ്ങ ഞാൻ കുറച്ച് 1 കപ്പാക്കിയത്. 2 കപ്പ് ചക്കയും 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് വെല്ലവുമാണ് എടുക്കുന്നത്. അപ്പം ഇതങ്ങോട്ടിട്ട് മാറ്റി വെക്കാം. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് പരത്താൻ തുടങ്ങാം. പരത്താനായിട്ട് ഞാൻ ഇല കീറി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം വേണം. ഇനിയിപ്പോൾ മാവ് എടുത്തു. ഇതിനകത്തോട്ട് ഇതുപോലെ ഒരു വലിയൊരു ബോൾ മാവ് എടുത്തിട്ട് ഇലക്കകത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ, ഇപ്പം ഈ റവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് വെള്ളം തൊട്ടില്ലേ തന്നെ നമുക്ക് അധികം കയ്യിൽ ഓട്ടത്തില്ല. നെയ്യും ചേർത്തിട്ടുണ്ടല്ലോ, കയ്യിൽ ഓട്ടത്തില്ല. ഇങ്ങനെ അങ്ങ് നന്നായിട്ട് ഇങ്ങനെ നിരന്ന് വരും. ഫുള്ളിങ്ങനെ നല്ല കനം കുറച്ച് നിരത്തിയിട്ട് ഒരു 2 സ്പൂൺ നിറച്ച് ചക്കയെടുത്ത് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ചക്ക ഇല്ലാത്ത ഭാഗം എടുത്ത് ഇപ്പം നമ്മുടെ അടയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുവാണേ. നമുക്ക് എടുത്തു നോക്കാം. മനം മയക്കുന്ന മണമാണ് ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പം ചക്കയുടെയൊക്കെ നല്ല റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എടുക്കാം. കണ്ടോ, വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇലയെ പറ്റാതെ ഇങ്ങനെ ഇളകിപ്പോരും. അതാണ് വെന്തെന്നുള്ളതിൻ്റെ അടയാളം. അപ്പം നമുക്ക് തിരിച്ചെടുക്കാം. ഇത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഇരിപ്പുണ്ട്, അത് കൂടെ അങ്ങോട്ട് വെക്കാമേ. വെക്കുന്നതിന് മുമ്പ് അകത്ത് വെള്ളമുണ്ടോ? നമ്മുടെ വെള്ളമുണ്ട്. നല്ല ഗ്യാപ്പ് ഇട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇത്രയും മാവ് മിച്ചമുണ്ടായത് അത് ഞാനൊരു കൊഴുക്കട്ടയാക്കി അത് വെക്കുവാണേ. നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ചക്കയട. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പം ഇങ്ങനുണ്ട്, കണ്ടോ? ചക്കയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇപ്പം ചക്കയുടെയൊക്കെ കണ്ടോ, ഒരു പാത്രം ഫുള്ള് നല്ല സൂപ്പർ മനമയക്കുന്ന ചക്കയട. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും ഈ അട ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ചക്ക സീസണല്ലേ വരുന്നത്. അപ്പം ഇനി ഒരു 2-3 മാസത്തേക്ക് ചക്കയുടെ കളിയായിരിക്കും. അപ്പം ചക്ക ഇങ്ങനെ വഴറ്റാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത് ഇങ്ങനെ കൊഴുക്കട്ട വേണേലും ഉണ്ടാക്കാം. അപ്പം ഓക്കെ, ബൈ, സി യു.